ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാമോ? ഈ കാണുന്ന പോലെ ഒരു ചൂണ്ടയും കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കുറേ സ്ഥലത്തേക്ക് കറങ്ങി, നെയ്യാർ ഡാം കറങ്ങി, നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ കറങ്ങി, നെയ്യാർ ഡാമിൻ്റെ ഡാമിനകത്ത് കറങ്ങി, എല്ലായിടത്തും കറങ്ങിയിട്ട് മീനൊന്നും കിട്ടിയില്ല. കൊച്ചു കൊച്ചു മീനുകളെ കിട്ടിയുള്ളൂ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ മറ്റൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്ന വീഡിയോ, ഫിഷിങ്ങിൻ്റെ വീഡിയോ. കുഞ്ഞു പിള്ളേരാണെന്ന് തോന്നുന്നു, കുഞ്ഞു പിള്ളേരാണെന്ന് തോന്നുന്നു. അപ്പോൾ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ 20-18 16-18 എന്നറിയില്ല, ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്. ആ ചൂണ്ടയിൽ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം, മനസ്സിലായില്ല. അപ്പോൾ ഈ കാണുന്ന പോലെ ഇത് കണ്ട, ഇത് പീലി എന്ന് പറയും, പീലി. അത് നമ്മുടെ റബ്ബർ കമ്പോ മറ്റെന്തെങ്കിലും കമ്പൊക്കെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് നോക്കും. ഇന്നത്തെ ഒരു ഫിഷിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിടിക്കാൻ പോകുന്നത്. പീലി ഇങ്ങനെ ഇടുന്നത് ആദ്യമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഞാൻ നെട്ടോട്ടെ. നല്ല കട്ടികൂടിയ കമ്പാണ്, കയറില്ല. അത്യാവശ്യം വെയിറ്റുള്ള കമ്പെടുത്താണ് എങ്കിലേ സെൻറ്ററിലോട്ട് പോവുള്ളൂ. ഈ പീലിക്ക് ഇത്ര മാത്രമേ നീളമുള്ളൂ, ഇത്രയും കാണൂല. ഉണ്ടോ? ഇത്രേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് നേരെ പോയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പോയിട്ട് ഈ പീലി വീഴുന്ന സമയത്ത് ഈ പീലിയെ കടിക്കാനായിട്ട് മീൻ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഈ പീലിയെ കടിക്കും, ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇതിനെ കടിക്കാനായിട്ട് മീൻ വരാൻ ചാൻസ് ഉണ്ട്. ആ കടിക്കുന്ന സമയത്ത് ഇതിൽ കടിക്കാൻ വരുന്ന കടി ഇതിലുള്ള തീറ്റയിൽ കടിക്കും. അതാണ് നമ്മുടെ തന്ത്രം, മനസ്സിലായില്ലേ? അതായത് ഈ പീലിയിൽ കടിക്കാൻ വരുന്ന കടി ഈ തീറ്റയിൽ കടി കൊള്ളണം. അത് അപ്പോൾ വലിച്ചു താഴ്ന്ന സമയത്ത് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായില്ല. ഒരു പരീക്ഷണമാണ്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരൊന്നും പറയരുത്. അപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും മീൻ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചൂടും, മനസ്സിലായില്ലേ? എത്ര ചെറുതായാലും എത്ര വലുതായാലും നമ്മൾ കൊണ്ടുപോയിട്ട് ചൂടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ കാണുന്ന പോലെ നമ്മുടെ സ്റ്റിക്ക് കയ്യിലുണ്ട്, പക്ഷേ ഇന്ന് നമ്മുടെ സ്റ്റിക്കിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, മനസ്സിലായില്ലേ? സ്റ്റിക്കിന് 10,000 തൊട്ട് വാങ്ങിയ സ്റ്റിക്കാണ്. ഒരു കാര്യമില്ലായിരുന്നു. വാ നമുക്ക് ചൂണ്ടയിടാം. ചൂണ്ടയിടാൻ മാവ് വെച്ചില്ല, ഗോതമ്പ് മാവ് വെച്ചിട്ട് നമ്മളൊന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. ഏത് മാവിൽ ചൂണ്ട ഇടുന്നു എന്നുള്ളതിലല്ല കാര്യം, ഏത് മീൻ കിട്ടുന്നു എന്നതിലാണ് കാര്യം. ഏത് എൻ്റെ ഫൈൻ ആർട്സ് കോളേജിൽ ഒരു സാറ് പ്രഭാഷണം നടത്തി. സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തി. സാർ എവിടെയോ പോയപ്പോൾ ഏതോ ബ്രഷിട്ട് വരച്ചത്, മറ്റേ കുറ്റി ബ്രഷില്ലേ, നല്ല സോഫ്റ്റ് അല്ലാത്ത ബ്രഷിട്ട് ചുമല് വരച്ച് കിടിലം പടം വരച്ച് വെച്ചേക്കണമെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ബ്രഷിൻ്റെ ഭംഗിയിലും വൃത്തിയിലും പുതുമയിലും അല്ല കാര്യം, വരയ്ക്കുന്ന ആളുടെ കയ്യിലാണ് കാര്യമെന്ന്. അപ്പോൾ അതുപോലെയാണ് ഇതും. നമ്മൾ മൈദ ഇടുന്നോ ഗോതമ്പിടുന്നോ എന്നുള്ളതിലല്ല, ഏത് കിട്ടുന്നു എന്നുള്ളതിലാണ് കാര്യം, മനസ്സിലായില്ലേ? ഇല്ല വലിയ മീൻ പിടിക്കും. ഇന്ന് പിടിച്ചിട്ട് പോകും, മനസ്സിലായില്ലേ? കുറേ അലവലാദികൾ പറഞ്ഞു നടക്കുന്നു. ജീജയ്ക്ക് മീൻ പിടിക്കാൻ അറിഞ്ഞുകൂടാ. ജീജയ്ക്ക് മീൻ പിടിക്കാനുള്ള ജീജ ആറ്റിലും കുളത്തിലൊക്കെ പോയിട്ട് മീമിക്ക് തീറ്റ കൊടുക്കാനാണ് പണിയെന്നാണ്. പിടിക്കും. ഇതെന്താ സ്പെഷ്യൽ ട്രിക്കാണ്, ഞാൻ പറഞ്ഞില്ലേ, പീലി കയറ്റിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ കുറച്ച് അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ആ കാണുന്നൊരു ഭാഗത്ത് കണ്ട, ആ കാണുന്ന ഭാഗത്ത് കുറേ പരൽ മീനില്ലേ, പരൽ മീനുകളിങ്ങനെ മുകളിൽ വന്നിട്ട് റബ്ബർ പൂവിനൊക്കെ ഇങ്ങനെ കടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വലിയ മീൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ മീൻ വന്നാലും ചെറിയ മീൻ വന്നാലും നമ്മൾ പിടിച്ചെടുക്കും, മനസ്സിലായി? അവിടെ ഈ കമ്പിനെ കടിക്കാൻ വേണ്ടി മീൻ വരും. ആ വരുന്ന മീൻ കമ്പിനെ കടിക്കാതെ നേരെ തീറ്റയെ കടിക്കും. ഏത് തന്ത്രം? നമുക്ക് പോയി നോക്കാം. പതുക്കെ നല്ല പതുക്കമായി. മീൻ അഥവാ അടിയിലുണ്ടെങ്കിലേ ഓടിക്കളയും. നല്ല പതുക്കമാണ്. പിടിക്ക് വെക്കുന്നത് ഫസ്റ്റ് മീൻ പിടിക്കും, ചെറുത്. അത് പിടിച്ചു വെക്കുന്ന രീതി കണ്ട, ആ പീലിയുടെ അടുത്താണ് കമ്പ് കിടക്കുന്നത്. അത്ര അടുത്ത് തന്നെ പിടിച്ചിട്ടുള്ളത്. ഈ ചെറുത്, രോഹുവിൻ്റെ ചെറുത്, ഞങ്ങളുടെ അത് ചെറുത് ഇത്ര ഇട്ടുള്ളൂ. പീലി ഇത്രയേ ഉള്ളൂ. ഏത് പറഞ്ഞ കൂടെ നിർത്തി, ചെറുതാണെന്ന് തോന്നുന്നു. അത് ഗ്യാപ്പല്ല, വായിലല്ല.
ഓടി പോകുന്ന വഴിക്കാ പുറത്തെന്തോ അടക്കി വന്നു നിലങ്ങ് വിടാം. ചെറുതുണ്ടോ കൊച്ചി, നമുക്ക് ആവശ്യമില്ല. അടുത്തവര് ചെറുത് പിടിക്കും. ചെറിയൊരു രോഹു നേരത്തെ പിടിച്ചതിനേക്കാളും കുറച്ചുകൂടെ സൈസ് ഉണ്ട്. ഇത് നമുക്ക് എടുക്കാം. കളി കളി നമ്മുടെ ഫോണിലെ ചാർജ് ഏറെക്കുറെ തീരാറായി. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ കൂടുതലും കൂടി ചൂണ്ടിട്ടിട്ട് നമ്മൾ നിർത്തും. വലുത് പിടിച്ചിട്ട് പോയി. ഇവിടെ എന്ന് പറഞ്ഞാൽ ശരീരമുള്ള ഗ്രാസ് കാർപ്പുണ്ട്, അത് പിടിച്ചിട്ട് പോയി കളഞ്ഞു. ഒരെണ്ണം ചൂണ്ട മൂത്ത് കളഞ്ഞു. ഈ കാണുന്ന പോലെ 2 വലിയ മീൻ, ഏകദേശം 3/4 കിലോയ്ക്ക് മേളിലും 1 കിലോയ്ക്ക് അടുപ്പിച്ചും സൈസുള്ള 2 ഗ്രാസ് കാർപ്പ് മീനും അതുപോലെ കുറച്ച് ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോകാം. മനസ്സിലായില്ലേ? ഇതേ സൈസില്ല, 2 കിലോ ഉണ്ട്. 2 കിലോ ഏകദേശം ഉണ്ട്. ഗ്രാസ് കാർപ്പും 1/2 കിലോ കൂടുതലുണ്ട്. 1 കിലോ അടുപ്പിച്ചുണ്ട്. 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രാസ് കാർപ്പും അതുപോലെ തന്നെ 3 ഗ്രാസ് കാർപ്പ്. 1 2 3 4 5 6 7 8 9 10. ഇന്ന് രാത്രി ചുടും, മനസ്സിലായില്ലേ? അപ്പോൾ പകൽ ചുടാന്നാണ് വിചാരിച്ചാൽ ചുടുന്നത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് വൈകി ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ 5 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് വൃത്തിയാക്കി മസാല തേച്ച് വെക്കാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നൈറ്റ് കളി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മളിതിനെ ചുടാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് രാത്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് വെട്ടി വൃത്തിയാക്കി കഴുകി ക്ലീൻ ആക്കി എടുക്കാം. ചൂണ്ടയും കൊണ്ട് മീനിന് തീറ്റ കൊടുക്കാനാണ് പോകുന്നതെന്ന് ചില അലവലാദികൾ പറഞ്ഞു നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇതിൻ്റെതേ ഇത്തിരി വലിയ ചെതുമ്പലാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ വലിയ മീൻ പിടിച്ച സമയത്ത് കറക്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് ആ പിടിച്ച് കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ ഒരു 2 വെള്ളം കൂടി കഴുകിയെടുത്താൽ മാത്രമേ കൃത്യമായിട്ട് എൻ്റെ ഒരു ചെളിയുടെ ഒരു സ്മെല്ലിൽ അതൊക്കെ ഇന്ന് മാറി കിട്ടുള്ളൂ. ഏകദേശം ഒരു 2.5 കിലോ സംഭവം ഉണ്ട്, മനസ്സിലായില്ല? എല്ലാം കൂടി ഒരു 2-2.5 കിലോ സംഭവം ഉണ്ട്. അടുത്തടുത്ത് വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് വേവും. മുളക് പൊടിയേ, തത്തച്ചി, കുരുമുളകേ, മഞ്ഞപ്പൊടിയില്ലേ, കുറച്ച് ഗരം മസാല ഇല്ലേ, ഇത്ര സംഭവം നമ്മൾ അടിച്ചെടുക്കണം, മനസ്സിലായില്ലേ? അതായത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, ചെറിയ ഉള്ളി ഇട്ടാലും മതി, സവാള ഇട്ട് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ അരപ്പ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല പോലെ തന്നെ വളരെ സാവധാനത്തിൽ മീനിൻ്റെ പുറത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ കട്ടയായിട്ടിരിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. മീനിൻ്റെ ദേഹത്തൊരു വെള്ളമുണ്ട്, അതും കൂടി ആകുമ്പോഴും കുറച്ചൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിക്ക് മസാല നമ്മളതിൽ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും, മനസ്സിലായി? ആ സമയം നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഫ്രൈ ആക്കും, മനസ്സിലായില്ലേ? ചുടുകയോ ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ആക്കാം. ചുട്ടത്
നല്ലപോലെ മരിഞ്ഞ്. ചുണ്ടുവിൻ്റെ ഞണ്ട് കറി എല്ലാം കൂടെ